ഹൈ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ എൻ്റെ ക്രിസ്മസ് എക്സാമിൻ്റെ മാർക്സാണ് ഇവിടെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ ഞാൻ ഇംഗ്ലീഷാണ് കാണിക്കുന്നത്. ഇംഗ്ലീഷിന് എനിക്ക് 60 ഔട്ട് ഓഫ് 80 ആണ്. കുറേ മാർക്ക് എനിക്ക് ഗ്രാമർ സെക്ഷനിൽ നിന്നും കുറച്ച് റൈറ്റിംഗ് സെക്ഷനിൽ നിന്നൊക്കെയാണ് എനിക്ക് മാർക്ക് പോയിരിക്കുന്നത്. പിന്നെ എനിക്ക് സ്പെല്ലിംഗ് മിസ്റ്റേക്കിനാണ് പിന്നെ മാർക്ക് പോയിരിക്കുന്നത്. അടുത്തത് ഞാൻ കെമിസ്ട്രിയുടെ മാർക്കാണ് കാണിക്കുന്നത്. കെമിസ്ട്രിക്ക് എനിക്ക് 40 ഔട്ട് ഓഫ് 60 ആണ്. എനിക്ക് കുറേ ഇക്വേഷൻസൊക്കെ എറർ ഉണ്ടായിരുന്നു. ഞാനത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ക്വസ്റ്റ്യൻസൊക്കെ വലിയ കുഴപ്പമില്ലായിരുന്നു, പക്ഷേ ഇക്വേഷൻസും കാര്യങ്ങളൊക്കെ ഞാൻ കുറച്ച് മറന്നുപോയി. അതുകൊണ്ടാണ് മെയിനായിട്ട് എനിക്ക് മാർക്ക് കുറയാൻ കാരണം. പിന്നെ വൺ വേർഡ്സ് ഞാൻ ഓപ്ഷൻ മാത്രമാണ് എഴുതിയത്, അതുകൊണ്ട് എനിക്കതിന് മാർക്ക് എറർ വന്നിട്ടുണ്ട്. ബാക്കിയുള്ളതൊന്നും വലിയ കുഴപ്പമില്ല. അടുത്തത് ഞാൻ കമ്പ്യൂട്ടർ സയൻസിൻ്റെ മാർക്കാണ് കാണിക്കുന്നത്. എനിക്കതിന് 46 ഔട്ട് ഓഫ് 60 ആണുള്ളത്. എനിക്കതിൽ കൂടുതലും പ്രോഗ്രാം എററാണ് പറ്റിയത്. ബാക്കിയുള്ളതൊന്നും വലിയ കുഴപ്പമില്ലാതെ മാർക്കുണ്ട് എനിക്ക്. അടുത്ത ഞാൻ മലയാളമാണ് കാണിക്കുന്നത്. മലയാളത്തിന് എനിക്ക് 75 ഔട്ട് ഓഫ് 80 ആണ്. അതെനിക്ക് വൺ വേർഡാണ് മെയിനായിട്ട് മാർക്ക് പോയത്. എല്ലാം കൺഫ്യൂസിങ് ആയിട്ടുള്ളതായിരുന്നുകൊണ്ട് ആണ് എനിക്കവിടെ മാർക്ക് പോയത്. ബാക്കി ക്വസ്റ്റ്യൻസിലൊക്കെ വലിയ കുഴപ്പമില്ലായിരുന്നു. അടുത്തത് ഞാൻ ഫിസിക്സിൻ്റെ മാർക്കാണ് കാണിക്കുന്നത്. ഫിസിക്സിന് എനിക്ക് 35 ഔട്ട് ഓഫ് 60 ആണ് ഉള്ളത്. ഫിസിക്സിന് എനിക്ക് മാർക്ക് പോകാനുള്ള മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ എനിക്ക് ടൈം വലുതായിട്ട് കിട്ടിയിരുന്നില്ല. ഡെറിവേഷൻ ഒന്നും അധികം ചോദിക്കാത്തതുകൊണ്ട് തന്നെ ഞാൻ അത് മാത്രമാണ് മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിച്ചുകൊണ്ട് പോയത്. പക്ഷേ അതൊന്നും ചോദിക്കാത്തതുകൊണ്ട് അധികം അങ്ങോട്ട് എഴുതാൻ പറ്റിയില്ല. പിന്നെ വൺ വേർഡ്സ് എനിക്കൊന്നും തന്നെ അറ്റൻഡ് ചെയ്യാൻ പറ്റിയിരുന്നില്ല, ടൈം കുറവായിരുന്നു. ബാക്കിയുള്ളവർക്ക് ഒരുമാതിരി എഴുതിയിട്ടുണ്ട്. പിന്നെ ടീച്ചർ പഠിപ്പിച്ച പോലെ എഴുതിയില്ലെങ്കിൽ മാർക്ക് തരത്തില്ല. അതുകൊണ്ടാണ് മെയിനായിട്ട് എനിക്ക് മാർക്ക് കുറയാൻ റീസണായത്. അടുത്ത ഞാൻ മാത്സിൻ്റെ മാർക്കാണ് കാണിക്കുന്നത്. മാത്സിന് എനിക്ക് 37 ഔട്ട് ഓഫ് 60 ആണുള്ളത്. ഇതും വലിയ കുഴപ്പമില്ലായിരുന്നു. ഓൾമോസ്റ്റ് എല്ലാവർക്കും തന്നെ പാടായിരുന്നു എക്സാം. പിന്നെ ടീച്ചർ ഒരുമാതിരി സ്റ്റെപ്പിനൊക്കെ മാർക്ക് തന്നതുകൊണ്ടാണ് എനിക്ക് ഇത്രയെങ്കിലും മാർക്ക് കിട്ടിയത്. അല്ലെങ്കിൽ എനിക്ക് അധികം മാർക്കൊന്നും കിട്ടത്തില്ല. ഞാൻ മെയിൻലി സെക്കൻഡ് ടൈമിലെ ടോപ്പിക്സാണ് നോക്കിക്കൊണ്ട് പോയത്. ഫസ്റ്റ് ടൈമിൽ അധികം ഞാൻ നോക്കിയിരുന്നില്ല. അതുകൊണ്ട് ഞാൻ ഫസ്റ്റ് ടൈമിലെ ടോപ്പിക്കൊന്നും അധികം എഴുതിയിട്ടില്ല. അതിൽ നിന്ന് ചോദിച്ച ക്വസ്റ്റ്യൻസിൻ്റെ ആൻസറൊന്നും ഞാൻ എഴുതിയിരുന്നില്ല. അതുകൊണ്ട് കുറേ മാർക്ക് അതിൽ നിന്ന് എനിക്ക് പോയിട്ടുണ്ട്. ഫിസിക്സിനും അതുപോലെ തന്നെയായിരുന്നു എനിക്ക്.
അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു മാർക്കെന്നൊക്കെ കമൻറ്റ് ചെയ്യുക ഗൈസ്. അടുത്ത വീഡിയോ കാണാം. ബൈ ഗൈസ്.